പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഇനത്തിൽ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബികോമിൻ്റെയാണ്. 1992 മുതൽ 2004 വരെ രജിസ്റ്റർ ചെയ്തിരുന്ന ബികോംകാരുടെ പാർട്ട് 3 പരീക്ഷയാണ് നേരത്തെ കഴിഞ്ഞിരുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് വരും എന്ന് ആലോചിച്ചുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ചില റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വന്നിരിക്കുന്നത് ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ള റിസൾട്ടാണ്. 2003, 2004 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ഹോൾ ടിക്കറ്റ് കിട്ടിയിരുന്നത്. ആ ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ആളുകളുടെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേസമയത്ത് 92 മുതൽ 2002 വരെ രജിസ്റ്റർ ചെയ്തിരുന്ന ബികോം വിദ്യാർത്ഥികൾ അവർ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ളവരാണ്. അവരുടെ റിസൾട്ടുകൾ ഡിജിറ്റലൈസ്ഡ് അല്ല, റെക്കോർഡ്സ് ഒന്നും തന്നെ ഡിജിറ്റലൈസ്ഡ് അല്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ അനുവദിച്ചിരുന്നതുപോലെ ന്യൂമറിക് രജിസ്റ്റർ നമ്പറാണ് അനുവദിച്ചിരുന്നത്. അവരുടെ റിസൾട്ടുകൾ വന്നിട്ടില്ല. റിസൾട്ട് എല്ലാവരുടെയും പൂർത്തിയായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 92 മുതൽ 2002 വരെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലൈസ് ചെയ്യാതിരുന്നതുകൊണ്ട് സാധാരണ റെക്കോർഡിൽ റിട്ടേൺ റെക്കോർഡ്സാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റിസൾട്ടുകളൊക്കെ തന്നെയും ഓരോ ഫയലുകളും പ്രത്യേകം പരിശോധിച്ച് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തുന്നതിനുള്ള സമയം കുറച്ച് സമയം എടുക്കും എന്തായാലും. മറ്റതൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള 2003, 2004 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ അവരുടെ രജിസ്റ്റർ നമ്പർ കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ മാർക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പക്ഷേ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് പഴയ രജിസ്റ്ററുകളൊക്കെ ഓരോന്നും പരിശോധിച്ച് അതിലൊക്കെ ചേർത്ത് എല്ലാ പേപ്പറും പാസ്സായിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് ക്ലറിക്കൽ വർക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വൈകുന്നത്. അധികം വൈകാതെ എന്തായാലും ന്യൂമറിക് രജിസ്റ്റർ നമ്പറുള്ളവരുടെ റിസൾട്ട് കൂടി വരും. റിസൾട്ടുകളൊക്കെ ഏതായാലും പൂർത്തിയായിരിക്കുന്നു. ടാബുലേഷൻ സെക്ഷനിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ നിങ്ങളുടെ റിസൾട്ടും എന്തായാലും പ്രതീക്ഷിക്കാം. ഈ റിസൾട്ട് എത്രമാത്രം നീണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ ആയിട്ടില്ല. ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ളവരുടെ റിസൾട്ട് ഇപ്പോൾ എന്ന് വരും എന്ന് കൃത്യമായി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതാത് സെക്ഷനുകളിലെ മാർക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ എത്രമാത്രം പെൻഡിങ് ആണ്, എത്രമാത്രം സ്പീഡി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരുടെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നതിൽ അപ്പോൾ വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ തോറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പാസ്സായിരിക്കുന്നു. ഒരു പരിധിവരെ നമ്മൾ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ശ്രമം യൂണിവേഴ്സിറ്റിയുടെ അധികാരികളെയൊക്കെ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തി ഒരു ലിബറൽ അപ്രോച്ച് റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഒരു വലിയ തോതിൽ വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയേറെ വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പരീക്ഷ എഴുതിയിരുന്ന ആളുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതിയിരുന്നവരാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്നിട്ട് പരീക്ഷ എഴുതുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല ശ്രമം അതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. പഠിക്കുന്നതിന് നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് റിസൾട്ട് ഇത്ര നല്ല രീതിയിൽ എത്തിക്കുന്നതിന് പ്രധാനമായ കാരണം ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാലല്ലേ പറ്റൂ. എഴുതാത്തവർക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ശ്രമം തന്നെയാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തതിൽ വലിയൊരു പങ്കും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. പാസ്സായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷം എനിക്കും അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. അപൂർവം ചില ആളുകൾ തോറ്റുപോയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പരീക്ഷകൾ ഒരുപക്ഷെ ഇനിയും വന്നേക്കും. ഈ പരീക്ഷകളൊന്നും തീരുന്നില്ലല്ലോ. ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു. നമുക്ക് ഇതുപോലെ എഴുതാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. തോറ്റുപോയവർ അപൂർവമാണെങ്കിലും എഴുതാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അറിയാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ റിക്വസ്റ്റൊക്കെ കൊടുത്ത് ഈ പരീക്ഷ ഒരു തവണ കൂടി വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കാം. കാരണം ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ യൂണിവേഴ്സിറ്റിക്ക് ഈ പരീക്ഷ ഇനി നടത്താൻ പറ്റും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തയ്യാറാക്കിയ സിലബസുകളൊക്കെ സംഘടിപ്പിച്ചു ഒക്കെ എല്ലാ സെറ്റപ്പും യൂണിവേഴ്സിറ്റി നടത്തി വെച്ചതാണ്. വീണ്ടും ഒരു പരീക്ഷ കൂടി വരുത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ശ്രമം നടത്താം. ആരെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ തന്നെ
അതോടൊപ്പം പരീക്ഷ അറിയാതെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് വീണ്ടും ഒരു ശ്രമം നടത്തി ഒരിക്കൽ കൂടി ഇത്തരം ഒരു പരീക്ഷ വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് തോറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. ഒരു ഡിഗ്രി കൊണ്ടൊന്നും ആവില്ല, അത് നിങ്ങൾ തിരിച്ചറിയുക. ഒരു ഡിഗ്രി കൊണ്ടൊന്നും ഈ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്തൊക്കെ സാധ്യതകൾ, ഇനിയും സമയമുണ്ട്, അവസരങ്ങളുണ്ട്, നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പുതിയത് ആദ്യം മുതൽക്ക് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുന്നതിന് വളരെ ലിബറൽ ആയിട്ടുള്ള അപ്രോച്ചുകളൊക്കെ ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തോറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. പരീക്ഷ വീണ്ടും വരുത്തുന്നതിനോ ഒക്കെ നമുക്കൊന്ന് ഒരു കൂട്ടായ ശ്രമം നടത്താം. ഓക്കെ, യൂണിവേഴ്സിറ്റി പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കില്ല. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയെ കണ്ടിരിക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഇനി റിസൾട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറുള്ളവരുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിടാം. റിസൾട്ട് വന്നവരെ ഇനി എന്താണ് ചെയ്യേണ്ടത്? റിസൾട്ട് വന്നവരവരുടെ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് പരീക്ഷാ ഭവനിൽ പോയിട്ട് നിങ്ങളുടെ പുതിയ മാർക്ക് ലിസ്റ്റിന് അപേക്ഷ കൊടുക്കണം. അതോടൊപ്പം തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും അപ്ലിക്കേഷൻ കൊടുക്കണം. ഇത് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് സംവിധാനങ്ങളുണ്ട്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അത് പൂരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിൽ അയക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി കഴിയുമെങ്കിൽ എല്ലാവരും നേരെ യൂണിവേഴ്സിറ്റിയിൽ പോയി പരീക്ഷാ ഭവനിൽ പോയിട്ട് അതിൻ്റെ ഫോം വാങ്ങി പൂരിപ്പിച്ച് അവിടെ ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ നോക്കുക. ഓൺലൈനായിട്ട് വേറെ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമാണുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നല്ല, കുറേ സമയമെടുക്കും. നിങ്ങൾ നേരിട്ട് പോകാൻ പറ്റുമെങ്കിൽ നേരിട്ട് പോയിട്ട് അവിടെ ഫോം വാങ്ങി പൂരിപ്പിച്ച് അതോടൊപ്പം അതിന് പറയുന്ന ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ കൊടുത്താൽ പോസ്റ്റലായിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് അയച്ചു തരും. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് 135 രൂപയോ മറ്റോ ഫീസ് വരും. മറ്റ് മാർക്ക് ലിസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനും എല്ലാം കൂടി ഒരു 100 ചില്ലാനും രൂപയുടെ താഴെയാണ് വരിക. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സർവീസിൻ്റെ ഒരു കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അത് 92 മുതലുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മറ്റൊരു പ്രോസസ്സാണ്. അത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ സോഷ്യൽ സർവീസിൻ്റെ കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. റിസൾട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ റിസൾട്ടുമായിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങളുടെ പുതിയ മാർക്ക് ലിസ്റ്റിനും അതോടൊപ്പം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ മാർക്ക് ലിസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പഴയ മാർക്ക് ലിസ്റ്റുകളൊക്കെ തിരിച്ചേൽപ്പിച്ച് പകരം ഒരു പുതിയ മാർക്ക് ലിസ്റ്റ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു പുതിയ മാർക്ക് ലിസ്റ്റ് തരുന്ന രീതിയാണ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സെമസ്റ്ററുകാർക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് കൊടുക്കുന്ന രീതിയുണ്ട്. എല്ലാ മാർക്ക് ലിസ്റ്റുകളും പഴയ മാർക്ക് ലിസ്റ്റുകളൊക്കെ തിരിച്ചു മേടിച്ച് പുതിയ ഒരു ഗ്രേഡ് കാർഡ് കൊടുക്കുന്ന ഒറ്റ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. നിങ്ങളുടേത് അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അന്വേഷിക്കാം. നിലവിൽ ഇതുവരെ അങ്ങനെയൊരു സംവിധാനമില്ല. പക്ഷേ കുട്ടികൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കുന്നതിന് പകരം എല്ലാ റിസൾട്ടുകളും കൂടി ഒറ്റ സർട്ടിഫിക്കറ്റിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക. പറ്റുമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ അവസാനം എഴുതിയിരിക്കുന്ന പരീക്ഷയുടെ മാർക്ക് ഉൾക്കൊള്ളുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് വാങ്ങിപ്പോരാം. എന്നിട്ട് എല്ലാ മാർക്ക് ലിസ്റ്റുകളും വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പാസ്സായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. മനസ്സ് നിറഞ്ഞ സന്തോഷവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഭാവുകങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ.